ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ലീഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളെ തൊട്ട് പുറകിൽ കാണുന്നുണ്ടാവും. നമ്മുടെ സെക്കൻഡ് ടൈം ക്രിസ്തുമസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? തീർച്ചയായിട്ടും സ്കൂൾ തുറന്ന് നമ്മൾ ക്ലാസ്സിലോട്ട് ചെല്ലുന്ന സമയത്ത് ടീച്ചേഴ്സ് മിക്കവാറും പറയാറുണ്ട് എന്താണ് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ പാറ്റേണുകളും ക്വസ്റ്റ്യൻസുകളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം, ശരിയാണോ അല്ലയോ എന്ന്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് നമുക്കൊക്കെ തീർക്കാം. ഓക്കെ, ഒറ്റ വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ മുഴുവൻ ഡൗട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വീഡിയോ മുഴുവനും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, ചോദ്യം അവിടെയുണ്ട്. നമുക്ക് ആദ്യം 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, കുറച്ച് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 10, 15? 5, 10, 15 എന്ന ഈ സമാന്തര ശ്രേണിയുടെ 10ാമത്തെ പദം. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതെന്താണ്, 5ന്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. 5, 10, 15, 20, 25 അങ്ങനെയാണ് പോവുക. അങ്ങനെയെങ്കിൽ 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 10 into 5 എന്ന് ചെയ്താൽ മതിയാവും അല്ലേ. 10 into 5 which is equal to 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, കുറച്ചും കൂടി എളുപ്പമാണ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഓഫ് ദി സീക്വൻസ്? ഈ സീക്വൻസ്, ഈ ശ്രേണി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യം വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗ സംഖ്യ ഏതാണ്? ഏതായിരിക്കും വരിക? 5, 10, 15, 20, 25 അല്ലെ. ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഒരു സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വരുന്ന, വർഗമായിട്ട് വരുന്നത് 5ന്റെ സ്ക്വയർ ആയിട്ട് അല്ലെ, എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വരുന്നത് 25 ആണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരം എത്രയാണ്? 25 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്? എക്സ് അക്ഷത്തിലെ, നമ്മളിത് ഷോർട്സ് ഒക്കെ ആയിട്ടും വീഡിയോസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ഏതാണ്? ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ. ഓപ്ഷൻസ് ഉള്ള കുറെ ചോദ്യങ്ങൾ, പല ചോദ്യങ്ങളുടെയും സബ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ അടക്കം തന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യം. ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഇന്ന് തിരഞ്ഞെടുക്കാം. എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ വൈ സൂചകങ്ങൾ, വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മളൊരു കോർഡിനേറ്റ് എഴുതുമ്പോൾ ആദ്യം എക്സും രണ്ടാമത് വൈയുമാണ് എഴുതുന്നത് അല്ലെ. ആദ്യം നമ്മൾ എക്സ് എഴുതും, രണ്ടാമത് എന്ത് ചെയ്യും? വൈ സൂചകം, വൈ കോർഡിനേറ്റും ആണ് എഴുതുന്നത്. ഇവിടെ വൈ കോർഡിനേറ്റ് 0 ആയിട്ടുള്ള ഏതാണ്? 60 അല്ലെ, 6, 0. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസിലെ പോയിന്റ് ഏതാണ്? 60 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം. PA and PB are tangents to a circle with the center O. PAയും PBയും എന്താണ്? ഈ സർക്കിളിലെ ടാൻജന്റുകളാണ്. ഏതാ? PAയും PB. ഇത് രണ്ടെണ്ണം വൃത്തത്തിന്റെ തൊടുവരകളാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു AOB എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 140 ഡിഗ്രിയാണ്. ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ? APB. ഞാൻ ഇവിടെ അടയാളപ്പെടുത്താം. APB എന്ന് പറയുന്ന ആംഗിൾ, ദിസ് ആംഗിൾ APB എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? APB എത്രയായിരിക്കും? നമ്മൾ പഠിച്ചൊരു കാര്യം ഇവിടെ ഉപയോഗിക്കണം. അതായത് ആരങ്ങൾ, റേഡിയസുകൾ തമ്മിലുണ്ടാക്കുന്ന ആംഗിളും ആരങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഈ കോണും, അതുപോലെ തന്നെ തൊടുവരകൾ ചേർന്നുണ്ടാക്കുന്ന ഈ കോണും, ഈ 2 കോണുകളും, അതായത് ഒരു കോൺ ഇതാണ്, അടുത്ത കോണ് ഇതാണ്. ഈ 2 കോണുകളും എങ്ങനെയായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും, അനുപൂരകമായിരിക്കും. ഓക്കെ, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് 140 ഡിഗ്രിയാണ് AOB എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ APB എന്ന് പറയുന്ന ഈ ആംഗിൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 ആണ് കിട്ടുന്നത്. അതിൽ ഒരു ആംഗിൾ 140 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കൂട്ടണം? 180 കിട്ടാൻ വേണ്ടിയിട്ട് 40 ഡിഗ്രി കൂടി വേണം അല്ലേ. അങ്ങനെയെങ്കിൽ APB എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 40
ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ വാട്ട് ഈസ് ആംഗിൾ PAB? PAB, ഈ രണ്ട് കോണുകൾ, ഈ കോണും ഈ കോണിന് പ്രത്യേകതയുണ്ട്. എന്താണ് ഈ രണ്ട് ആംഗിൾസിന്റെ പ്രത്യേകത? എന്താണ് ഈ രണ്ട് കോണുകളുടെ പ്രത്യേകത എന്ന് നോക്കാം. ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പഠിച്ച ആ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു കോഡ് തൊടുവരയുമായിട്ട് രണ്ട് വശത്തും ഉണ്ടാക്കുന്ന കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് കേന്ദ്ര കോണിന്റെ പകുതിയുമായിരിക്കും, സെൻട്രൽ ആംഗിളിന്റെ ഹാഫുമായിരിക്കും. അങ്ങനെയെങ്കിൽ ടാൻജന്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് ഈ എയും ബിയും. അത് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എന്താണ്? ആ കോഡ് അല്ലെങ്കിൽ ആ ഞാണ് കേന്ദ്രത്തിലുണ്ടാക്കിയ കോണിന്റെ പകുതിയാണ്. കേന്ദ്രത്തിലുണ്ടാക്കിയ കോൺ 140 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും. അപ്പൊ എത്ര ഡിഗ്രി വീതമായിരിക്കും? 70 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? ഇല്ലേ, 140ന്റെ പകുതി എത്രയാണ്? 70 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കോണുകൾ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരെണ്ണേ ചോദിച്ചുള്ളൂ. നമ്മളോട് ചോദിച്ച PAB എത്രയാണെന്നാണ്. PAB = 70 ഡിഗ്രി എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കോൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. ഓക്കെ, പഠിച്ചു വെച്ചോളൂ. നമുക്ക് ഇനിയും എന്താണ് ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കഴിഞ്ഞു പോയ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു പക്ഷം കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താണ് മറ്റു പരീക്ഷകളും വരിക. അപ്പോൾ നമുക്ക് മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എന്താണ് വലിയ മുന്നൊരുക്കങ്ങളിൽ ഒന്നാണ്. ദെൻ ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതോടുകൂടി 2 മാർക്ക് ചോദ്യങ്ങൾ തീരുകയാണ്. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അതായത് ഒരു സമചതുര സ്തൂപികയുടെ എല്ലാ വക്കുകളും എന്താണ്? ഒരേ നീളമാണ്, തുല്യ നീളമാണ്. സം ഓഫ് ഓൾ എഡ്ജസ് ഈസ് 72 സെന്റിമീറ്റർ. ആകെ എഡ്ജുകൾ 72 സെന്റിമീറ്റർ. എഡ്ജുകളുടെ നീളം 72 സെന്റിമീറ്റർ ആണെങ്കിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ആകെ എഡ്ജുകൾ എത്ര? ആകെ എഡ്ജുകൾ എത്രയുണ്ട്? ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഓക്കെ, ഒരു സ്ക്വയർ പിരമിഡ്, ഇതിന് എത്ര എഡ്ജുകളുണ്ട്? നോക്കാം. അതിന്റെ ചുവട് ഭാഗം നോക്ക്. ചുവട് ഭാഗം ഒരു ചതുരമാണ്, സമചതുരമാണ്. 1, 2, 3, 4 ഉണ്ടാവും ഇല്ലേ? ദെൻ അതിന്റെ പിരമിഡ് പോലെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി പോകുന്ന വശങ്ങളില്ലേ? അങ്ങനെ എത്ര ഉണ്ടാവും? 1, 2, 3, 4. ഓക്കെ, അപ്പോൾ മൊത്തം ആകെ എത്ര എഡ്ജുകൾ എന്ന് വന്നിട്ടുണ്ട്? താഴെ 4 ഈ സൈഡിൽ കൂടി 4 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രണ്ണമായി? 8 എണ്ണമായി. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് എഴുതാം? ആൻസർ = 8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത്, വാട്ട് ഈസ് എ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ് ഓഫ് ഗിവൺ സ്ക്വയർ പിരമിഡ്? ബേസ് എഡ്ജ് എത്രയാണെന്ന് ചോദിച്ചത് ഒന്ന് ഓർത്ത് നോക്കുക. ഇതിന്റെ ബേസ് എഡ്ജ് ആണെങ്കിലും, അതായത് പാദവക്കിന്റെ നീളമാണെങ്കിലും, അതുപോലെ തന്നെ പാർശ്വവക്ക് ലാറ്ററൽ എഡ്ജിന്റെ നീളമാണെങ്കിലും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ നമുക്ക് 8 സൈഡുകളാണുള്ളത് അല്ലേ? ആണോ? അപ്പോൾ നമുക്ക് 8 സൈഡ് എവിടെയെങ്കിൽ 8A എന്ന് ഞാൻ എഴുതുകയാണ് തൽക്കാലം. ഓക്കെ, = 72 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ A = 72 ഡിവൈഡഡ് ബൈ ഈ 8A × 8 ആണ്. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി? ഡിവൈഡഡ് ബൈ 8 ആയി. എത്ര പ്രാവശ്യം പോകും? 8 എത്ര പ്രാവശ്യം 72 പോകും? 9, 8, 72 അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു വക്കിന്റെ നീളം എന്ന് പറയുന്നത്, എഡ്ജിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 9 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഓക്കെ, വെൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം നോക്ക്. എ ബോക്സ് കണ്ടെയ്ൻസ് പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1, 2, 3, 4, 5. ഒരു ബോക്സിൽ 1, 2, 3, 4, 5 എന്ന് എഴുതിയിട്ടുള്ള പേപ്പർ കഷ്ണങ്ങളും അടുത്ത ബോക്സിൽ 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ള പേപ്പർ കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് നമ്മൾ ഓരോന്ന് വീതം എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ? രണ്ടും ഈക്വൽ ആകാനുള്ള, തുല്യമാകാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ഇവൻ എന്ത് ചെയ്യുക? പെയർ എടുത്തേക്കുക. ഓക്കെ, ഒന്നാമത്തേതിൽ 1, 2, 3, 4, 5 എണ്ണമാണുള്ളത് അല്ലേ? 1, 2, 3, 4, 5 ഒന്നാമത്തെ പെട്ടിയിലുള്ളതാണ്. രണ്ടാമത്തെ പെട്ടിയിൽ ആരൊക്കെ ഉള്ളത്? 1, 2, 3.
നമുക്ക് ഓരോന്ന് വീതം എടുക്കാം. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് ഒന്നെടുത്തു, രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എനിക്ക് ഒന്നെടുക്കാം. അപ്പോൾ 1 1 ഒരു പേരായി. ഒന്നാമത്തെ പെട്ടിയിൽ 1 എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുകയാണ്. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എനിക്ക് എന്തെടുക്കാം? 2 എടുക്കാം. അപ്പോൾ 1 2. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 ഞാൻ താഴെ കളഞ്ഞില്ല, എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. രണ്ടാമത്തെ പെട്ടിയിൽ നിന്ന് എനിക്ക് ഇനി ഏത് നമ്പർ കൂടി എടുക്കാം? 3 കൂടി എടുക്കാം. 1 3. ഇനി ഞാൻ 1 താഴെ ഇട്ടു. ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 2 എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചു. അപ്പോൾ എന്ത് കിട്ടി? 2. ഇവിടെ നിന്ന് എനിക്ക് വേണമെങ്കിൽ 1 എടുക്കാം. 2 1. ഇനിയോ എനിക്ക് 2 എടുക്കാം. 2 2 2 3. ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 3 എന്നുള്ളത് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതി നോക്കിക്കേ. 3 1. 2 എടുക്കാം. 3 എടുക്കാം. 3 3. ഇനി ഞാൻ അത് വിട്ട് 4 എടുത്തു. 4 1 4 1 4 2 4 3. ഇനി എനിക്ക് വേണമെങ്കിൽ 5 എടുക്കാം. 5 1 5 2 ആൻഡ് 5 3. ഇനി ഏതെങ്കിലും പോസിബിൾ ആണോ? ഇല്ല, എല്ലാ നമ്പറുകളും എടുത്തു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചത് ഈക്വൽ ആയിട്ട് വരുന്നത് ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ്. 2 നമ്പർ 1 1 2 2 3 3 ആണോ? അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി എഴുതുമ്പോൾ ഇല്ലെങ്കിൽ ചാൻസ് എഴുതുമ്പോൾ പ്രോബബിലിറ്റി എത്രയാണ് നമുക്ക് എഴുതാം? ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ. പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ആകെ എത്ര ഉണ്ട്? ആകെ എത്ര പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്? ഒന്നെണ്ണി നോക്കി എത്ര ഉണ്ടാവും? 1 2 3 1 2 3 4 5. മൊത്തം ഗുണിച്ച് നോക്കിയാൽ, ചുമ്മാ ഗുണിച്ച് നോക്കിയാൽ ഇതിനകത്ത് എത്ര ഉണ്ട്? 5 ഉണ്ട്. ഇതിനകത്ത് എത്ര ഉണ്ട്? 3 ഉണ്ട്. 2 കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ ആകെ എത്ര പേരുണ്ട് നമുക്ക് കിട്ടും? 5 × 3 15 അല്ലേ? പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഏറ്റവും കൂടുതലുള്ളത് അല്ലേ, ആകെ സാധ്യത നമ്മൾ എന്ത് ചെയ്യും? താഴെ എഴുതും. ഓക്കെ, പോസിബിൾ ആയിട്ടുള്ളത് നമ്മൾ താഴെ എഴുതും. നമ്മൾ എടുക്കുന്നത് എന്ത് ചെയ്യും? മുകളിൽ നമ്മൾ എഴുതും. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 3. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 3/50. ഇനി ചെറിയ ഫ്രാക്ഷനുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിന് ചെറുതാക്കി എഴുതിയേക്കാം. ഓക്കെ, ഫ്രാക്ഷൻ എപ്പോഴും അതിൻ്റെ സ്മോളസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. നോക്കാം, 3 and 15 ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3നെയും 15നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇവിടെ 3 കൊണ്ട് തന്നെ ചെയ്യാം അല്ലേ? 1 3 3 5 3 5. സോ ആൻസർ ഈസ് ഈക്വൽ ടു 1/5. ഇനി 3/15 എഴുതി കഴിഞ്ഞാൽ ആൻസർ ശരിയാണ് കേട്ടോ, അതിനകത്ത് തെറ്റുകളൊന്നും ഇല്ല. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ആർ പ്രൈം? രണ്ടും പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ആകുവാനുള്ള സാധ്യത. അഭാജ്യ സംഖ്യ ആകെ 15ആണ്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. അതിനുശേഷം രണ്ടും പ്രൈം നമ്പർ. എന്താണ് പ്രൈം നമ്പർ? എന്താ പ്രൈം നമ്പർ? ഒന്നും അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ പ്രൈം നമ്പേഴ്സ് വരുന്നത്, നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്? 2 3 5 7 ഇങ്ങനെയുള്ളതാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ നമ്പറുകൾ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. നോക്കിയേ, 1 വരുന്ന 1 പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പർ, അതൊരു അഭാജ്യ സംഖ്യ അല്ല കേട്ടോ. അപ്പോൾ 1ന്റെ ആ ഒരു ലെയറെ നമുക്ക് വിട്ടേക്കാം. ഇനി 2 1 വരില്ല, 2 2 വരും അല്ലേ? 2 എന്താണ്? പ്രൈം നമ്പറാണ്. 2 3 വരും, 2 3 വരുന്നത് തന്നെയാണ് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പറാണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടി. ഇനി 3 1 വരില്ല, 3 2 വരും അല്ലെ? 3 2 3 2 എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. 3 പ്രൈം നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ 4 എണ്ണം കിട്ടി. ഇനി 4ന്റെ കേസ് നോക്കണ്ട. ഇനി 5ലേക്ക് വരാം. 5 1 വരില്ല, എന്ത് വരും? 5 2 വരും, 5 3 വരും അല്ലേ? 5 2 5 3. ഓക്കെ, ആകെ എത്ര എണ്ണം കിട്ടി? 6 എണ്ണം കിട്ടി അല്ലേ? സോ ദ ചാൻസ് ഈസ് ഈക്വൽ ടു 6/50. എത്രയാണ്? 6/50. ഇവനെ ചെറുതാക്കാൻ പറ്റുമോ? ചെറുതാക്കാൻ പറ്റും. ഏതുകൊണ്ട് ഹരിക്കാം? 3 കൊണ്ട് വെട്ടി ഹരിക്കാം. 3 2 പ്രാവശ്യം, 3 5 പ്രാവശ്യം. സോ ദ ചാൻസ് ഈസ് ഈക്വൽ ടു 2/5. ഓക്കെ, 2/5 കിട്ടിയില്ലേ? ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഒരു ട്രയാങ്കിൾ അവിടെ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൽ കുറച്ച് ആംഗിൾസ് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി 45 ഡിഗ്രി. 10ാം ക്ലാസ്സിൽ ഓർത്തേക്ക്, ഈ 30 ഡിഗ്രി 45 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, 30 കണ്ടു കഴിഞ്ഞാൽ 90 അവിടെ ഉണ്ടെങ്കിൽ 30 90 60 എന്ന് ഓർക്കുക. 45 ഉണ്ട്, 90 ഉണ്ടെങ്കിൽ 45 45 90 ഓർക്കുക. ഇതിന്റെ റേഷ്യോ നമുക്കറിയാം, അറിയില്ലേ? അത് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം.
AC 6 സെന്റിമീറ്റർ ആണ്, ആംഗിൾ A 30 ആണ്, ആംഗിൾ B 45 ആണ് എന്ന് വായിക്കോട്ടെ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CD? CD-യുടെ നീളം എത്ര? ഈ CD-യുടെ നീളം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് 30 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. ഓഫ് കോഴ്സ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 30, 60, 90. ഇതിന്റെ റേഷ്യോ നമുക്കറിയാം. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ റേഷ്യോ 1:√3:2 ആണ് നമുക്കറിയാം. ആ റേഷ്യോ അങ്ങനെ എഴുതി വെച്ചേക്കാം. 30ക്ക് ഓപ്പോസിറ്റ് 1. ഞാൻ ജസ്റ്റ് ഒരു സർക്കിളിൻ്റെ ഉള്ളിലാട്ടോ റേഷ്യോ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ 60ക്ക് ഓപ്പോസിറ്റ് എത്രയാണ്? √3 ആണ്, ബോക്സിനുള്ളിൽ ഞാൻ എഴുതുന്നത്. ദെൻ 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. ദാറ്റ് ഈസ് എ റേഷ്യോ 1:√3:2. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേ, ഇവിടെ 6 ആണ്. 2 റേഷ്യോ നോക്കിക്കേ, 2 ആയിരുന്നെങ്കിൽ 1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 6 ആയിരുന്നെങ്കിൽ 6ന്റെ പകുതി ഇതെത്രയായിരിക്കും? 3 ആയിരിക്കും. അത് 3 ആണെങ്കിൽ AD-യുടെ നീളം എത്രയായിരിക്കും? AD-യുടെ നീളം എത്രയായിരിക്കും? 3√3 ആയിരിക്കും അല്ലേ? 1:√3:2. അപ്പോൾ നോക്ക്, 6 ആയിരുന്ന കൊണ്ട് അതിന്റെ പകുതി 3 അല്ലേ? 2 ആണെങ്കിൽ 1, 2ന്റെ പകുതിയാണ് 1. അപ്പോൾ 6 ആണെങ്കിൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. 1 ആണെങ്കിൽ 1√3. അപ്പോൾ 3 ആണെങ്കിൽ എന്തായിരിക്കും? 3√3. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ച CD മാത്രമാണ്. CD-ന്റെ ലെങ്ത് എത്രയാണ്? CD-ന്റെ ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. CD-യുടെ ലെങ്ത് എത്രയാണ്? 3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണ് നമ്മുടെ ആരിലേക്ക് വരാം? ട്രയാങ്കിളിലോട്ട് വരാം. ഇതാ ഇവിടെ നമുക്ക് അറിയുന്ന ഒരു ഘടകമുണ്ട്. എന്താണ്? 45. ദെൻ ഇവിടെ 90 ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാവുന്ന പോലെ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്, √2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം 1 ആണെങ്കിൽ ഈ ഭാഗവും എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പൊ നോക്ക, ഇവിടെ 3 ആണെന്ന് നമുക്കറിയാം. ഈ സൈഡ് 3 ആണെങ്കിൽ താഴെയും എത്ര തന്നെയായിരിക്കും? 3 തന്നെ ആയിരിക്കും. ഉറപ്പല്ലേ? 1:1 എത്രയാണ്? √2 ആയിരിക്കും. ഇപ്രഭാഗത്ത് എഴുതുവാണെങ്കിൽ അത് 3√2 ആയിരിക്കും. അതിന്റെ ആവശ്യം നമുക്കില്ല, നമ്മളോട് ചോദിച്ചിട്ടില്ല. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AB എന്നാണ് ചോദിച്ചത്. AB എന്ന് പറയുന്ന ഈ നീളം എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. AB എത്രയാണ്? നമുക്കറിയാം, ഇത്രയും 3 ആണ്, ഇത്രയും 3√3 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ ധൈര്യമായിട്ട് എഴുതാം. AB = 3 + 3√3. 3 + 3 6√3 ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. 3 + 3√3 അത്രയും മതി. ഓക്കെ, കൂടുതൽ അലങ്കാരമൊന്നും വേണ്ടാന്ന്. ഓക്കെ, അത്രയും മതി. അതങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? √3ക്ക് വില കൊടുക്കേണ്ടി വരും. ഇതിന് ആവശ്യമില്ലാത്ത പരിപാടിക്ക് തൽക്കാലം നമുക്ക് പോകണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, look at this question. In the figure, the sides of a square ABCD are parallel to the coordinate axis. The length of side of the square is 5 units. ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഇതിന്റെ വശങ്ങളൊക്കെ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്, ആക്സിസുകൾക്ക് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റ് കോർഡിനേറ്റ്, അത് ബിയും സിയും ഡിയും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റിയല്ല, എന്നാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് പരീക്ഷ പേപ്പറിലൊന്നും കണ്ടില്ല. പക്ഷെ ചെയ്യുക എന്ന് പറയുന്നത് അതിലേറെ എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ്. 2, 3. അപ്പോൾ നമുക്കറിയാം ഈ AB എന്ന് പറയുന്നത് X അക്ഷത്തിന് പാരലാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ പോകുമ്പോൾ ആർക്കും മാറ്റം ഉണ്ടാവില്ല, Yക്ക് മാറ്റം ഉണ്ടാവില്ല. കുത്തനെ പോകുമ്പോൾ ആർക്കും മാറ്റം ഉണ്ടാവില്ല, Xന് മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തൽക്കാലം ഇവിടെ 3 ആണ് Y കോർഡിനേറ്റ്. ധൈര്യമായിട്ട് നമുക്ക് Y കോർഡിനേറ്റ് 3 എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനെ പോകുമ്പോൾ Yക്ക് മാറ്റം ഉണ്ടാവില്ല. ഇനി നോക്ക്, 2, 3 ആയിരുന്നു ഈ പോയിന്റ്. ഈ പോയിന്റ് എത്രയായിരുന്നു? 2, 3 ആയിരുന്നു, 2, 3 ആയിരുന്നു. ഇവിടുന്ന് 5 യൂണിറ്റ് മാറിയിട്ടാണ് B ഉള്ളത്. അപ്പോൾ 2ന്റെ കൂടെ 5 കൂട്ടിയാൽ പോരെ. 2ഉം 5ഉം എത്രയാണ്? 7. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് എത്രയായിരിക്കും? 7, 3 ആയിരിക്കും, 7, 3 ആയിരിക്കും. ക്ലിയർ? ദെൻ ഇനി അടുത്തതിലേക്ക് നോക്കാം. ഇത് ഒരു സമചതുരമാണ്, ഇതൊരു സമചതുരമാണ്, സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്.
എല്ലാ സൈഡും ഈക്വൽ ആണ്. മുകളിലോട്ടും എത്ര തന്നെയായിരിക്കും ഉണ്ടാവുക? 5 യൂണിറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോർഡിനേറ്റ് ഒന്ന് എഴുതി നോക്കാം. സിന്റെ കോർഡിനേറ്റ് സാറ് പറഞ്ഞ പോലെ കുത്തനെ പോകുമ്പോൾ ആർക്കും മാറ്റമില്ല, എക്സിന് മാറ്റമില്ല. താഴെ 7 കിടപ്പുണ്ട്, അപ്പോൾ മുകളിലും എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. ഇനി നോക്കുക, താഴെ y കോർഡിനേറ്റ് 3 ആയിരുന്നു, 5 യൂണിറ്റ് മുകളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ 3 ഉം 5 ഉം 8. അങ്ങനെയെങ്കിൽ സിന്റെ കോർഡിനേറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും 7, 8. ഇനി അടുത്ത കാര്യം, നേരത്തെ പറഞ്ഞ പോലെ കുത്തനെ പോകുമ്പോൾ എക്സിന് മാറ്റമില്ല, ഇങ്ങനെ വരുമ്പോൾ വൈക്ക് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് കുത്തനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 2 തന്നെയായിരിക്കും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ 8 ആണ്, അതുകൊണ്ട് ഇവിടെയും 8 ആയിരിക്കും. സോ കോർഡിനേറ്റ്സ് ഒക്കെ കിട്ടി. ചിത്രം വരച്ചിട്ട് അതിനകത്ത് എഴുതി വെക്കണം. അതുകൂടാതെ ഒന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. ബിയും സിയും ഡിയുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിന്റെ കോർഡിനേറ്റ് 7, 3, സിന്റെ കോർഡിനേറ്റ് 7, 8, ഡിന്റെ കോർഡിനേറ്റ് 2, 8. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. The base edge of a square pyramid is 20 centimeters and its slant height is 26 centimeter. ഒരു സമചതുര സ്തൂപികയുടെ പാദവക്ക് എത്രയാണ്? ബേസ് എഡ്ജ് പാദവക്ക് 20 സെന്റിമീറ്റർ. തന്ന കാര്യം ആദ്യം എഴുതി വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എ ഈസ് ഈക്വൽ ടു എ എന്നോ ബി എന്നോ ഉപയോഗിക്കാം. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ അടുത്ത എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്, ചരിവ് ഉയരം എത്രയാണ്? 26 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, 26 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? ഒന്നാമത്തെ ചോദ്യം എത്രയാണ് ഇതിന്റെ ഉയരം എന്നാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? എയും എല്ലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എച്ച്. എ എൽ എച്ച് ഇത് മൂന്നുമുള്ള ഇക്വേഷൻ ഏതാണ്? യെസ്, എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഓൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ അല്ലേ? ഇതിലേക്ക് നേരെ കൊടുത്താൽ മതി, ഇതിലേക്ക് നേരെ കൊടുക്കാം. ഓക്കെ, അറിയുന്ന കാര്യങ്ങൾ കൊടുക്കുക. എൽ എത്രയാണ്? 26 ആണ്. അപ്പോൾ 26 സ്ക്വയർ ഈസ് ഈക്വൽ ടു a/2 ഓൾ സ്ക്വയർ, 20/2 ഓൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതിൽ നമുക്ക് എച്ച് സ്ക്വയർ ആണ് വേണ്ടത് അല്ലേ? എച്ച് സ്ക്വയറിന് അവിടെ നിർത്തി ബാക്കിയുള്ളതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ആരെ കൊണ്ടുവരണം? 20/2 ഓൾ സ്ക്വയറിനെ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഈ പ്ലസ് ആണ്, ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് ആവും. അങ്ങനെയെങ്കിൽ തിരിച്ചെഴുതിയേ ഉള്ളൂ കേട്ടോ. 26 സ്ക്വയർ 26 സ്ക്വയർ മൈനസ് 20/2 എത്രയാണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. 20/2 എത്രയാ? 20/2 എത്രയാ? 10. അപ്പൊ ഞാൻ അതിന് പകരം 10 സ്ക്വയർ എന്നാണ് എഴുതുന്നത്. 26 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ എത്രയാണ്? 26 സ്ക്വയർ 676 മൈനസ് 10 സ്ക്വയർ എത്രയാണ്? 100 അല്ലെ? 26 സ്ക്വയർ 676 മൈനസ് 100 സമം 576. എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 576. എച്ച് സ്ക്വയർ ആണ് നമുക്ക്, എച്ച് സ്ക്വയർ അല്ല അറിയേണ്ടത്, നമുക്ക് എച്ച് ആണ് അറിയേണ്ടത്. സോ എച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ കളയാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. റൂട്ട് 576 സമം നമുക്ക് എത്ര കിട്ടും? 24 എന്ന ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടും? 24. എച്ചിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 24 എന്ന് കിട്ടി. ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? 24 എന്ന് നമുക്ക് കിട്ടി. സോ ദ എച്ച് ഈസ് ഈക്വൽ ടു 24. ആൻസർ കൂടെ ഉണ്ട് അല്ലേ? 24 സെന്റിമീറ്റേഴ്സ്. ഈ ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നത് ഉപകാരമാണ്, തെറ്റാതിരിക്കാൻ കുറേ കൂടി ചാൻസ് കുറയും അല്ലേ? നമുക്ക് അതിൽ തന്നെ ആൻസർ ചെയ്യാം, കണ്ടുപിടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ അടുത്തത് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ക്വയർ പിരമിഡ്. ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കണം. ഈ സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്താണ്? വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v is equal to 1/3 a square h. v is equal to 1/3 a square h. 1/3 into a square എത്രയാണ്? 20 സ്ക്വയർ into ഹൈറ്റ് എത്രയാണ്? 24. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 1/3 into 20 സ്ക്വയർ എത്രയാണ്? 400 ആണ് അല്ലേ? 400 into 24. ഈ 24 നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടിഹരിക്കാം 8 പ്രാവശ്യം ആണോ? 1 × 400 × 8 400 × 8 എത്രയാ? 4 8 എത്രയാ? 32. ഞാൻ 0 ഇട്ട് കൊടുത്താൽ മതി. ദെൻ വോളിയമാണ് തന്നിരിക്കുന്നത്, സെന്റിമീറ്ററിലാണ്, അതുകൊണ്ട് 3200 സെന്റിമീറ്റർ ക്യൂബ്. ഘന സെന്റിമീറ്റർ. ക്യൂബിക് യൂണിറ്റിൽ വോളിയം എപ്പോഴും എങ്ങനെ എഴുതണം? ക്യൂബിക് യൂണിറ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ദെൻ
ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാലോ അല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ച പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. ചോദ്യം കണ്ട ഉടനെ നമുക്ക് അതിന്റെ കണ്ടീഷൻ എഴുതി വെക്കാം അല്ലെ. PA × PB = PC² എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവിടെ PAയും PBക്കൊക്കെ പകരം വേറെ ലെറ്ററുകളാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി വെക്കാം. മുഴുവൻ നീളം അല്ലെ, PR × എങ്ങനെ എഴുതി വെക്കാം? PR × പുറത്തുള്ള നീളം PS = എന്താണ്? ടാൻജന്റ്, തൊടുവര, PQ². അവനവിടെ നിൽക്കട്ടെ, എന്നിട്ട് ചോദ്യം വായിക്കാം. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടിയില്ലേ? അതുകൊണ്ടാണ് എഴുതി വെച്ചത്. ഓക്കെ, ഇനി ഇതിനകത്ത് അളവുകളൊക്കെ തന്നിട്ടുണ്ട്, എന്തായാലും ആവട്ടെ. ദെൻ A, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PR? PR എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിടക്കട്ടെ. PR × PS. PS എത്രയാണ്? 8 അല്ലേ? = PQ എത്രയാണ്? 12 ആണ്. 12². ദെൻ PR = ഈ ഇൻറ്റു 8 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അവിടെ ആരും നിൽപ്പുണ്ട്? 12² ഉണ്ട്. 12² എത്രയാ? 144. 12² എത്രയാണ്? 144. ഓക്കെ, ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. ഇനി ഇൻറ്റു 8 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡഡ് ബൈ 8 കിട്ടും. 144 ഹരിക്കണം 8. 144 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? 144 ഹരിക്കണം 8. ചെയ്ത് നോക്കുക, എത്രയാണ് 144 8 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക? അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് ശരിയാവില്ല അല്ലെ, കാരണം ഇനി അടുത്ത BUC ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 144 8 കൊണ്ട് ഹരിക്കാം. ഹരിച്ചു നോക്കുക. സാധാരണ എങ്ങനെ വേണേലും വെട്ടി ഹരിക്കുക, എന്ത് വേണേലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. 14 8 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം, ഒരു 8 8. ബാക്കി നമുക്ക് എത്രയുണ്ട്? 6 ഉണ്ട് അല്ലേ? 64. 8 8 64 മതി. നമുക്ക് ആൻസർ എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അപ്പോൾ PR എന്ന് പറയുന്ന ഈ മുഴുവൻ നീളം എത്രയാണെന്ന് കിട്ടി നമുക്ക്? 18 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ദെൻ അങ്ങനെ ഇതാ ഓപ്ഷൻ 18 സെന്റിമീറ്റർ. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് RS? അങ്ങനെയെങ്കിൽ RSന്റെ നീളം എത്രയാണ്? മുഴുവൻ 18, പുറത്ത് ഇത്രയും ഭാഗം ഓൾറെഡി എത്രയാണ് കിടപ്പുണ്ട്? 8 സെന്റിമീറ്റർ എന്ന് കിടപ്പുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി നീളം എത്രയായിരിക്കും? 18 നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കേ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഈ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ RS എന്ന് പറയുന്ന നീളം ആക്ച്വലി എന്താണ്? RS എന്ന് പറയുന്ന നീളം എന്താണ്? ദാറ്റ് ഈസ് എ ഡയമീറ്റർ. ഈ സർക്കിളിന്റെ വ്യാസമാണത് അല്ലേ? അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? ആ വ്യാസത്തിന്റെ പകുതി ആയിരിക്കും. വ്യാസത്തിന്റെ പകുതി എത്രയാ? 10ന്റെ പകുതി എത്രയാ? 5 സെന്റിമീറ്റർ. RS 10 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. സോ സിമ്പിൾ, വളരെ എളുപ്പമാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യത്തിൽ ഫസ്റ്റ് ടൈമിൽ നിന്ന് ചോദിച്ചൊരു സാധനമാണ്. ഫസ്റ്റ് ടൈമിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ചോദിച്ചായിരുന്നു അല്ലേ? അതേപോലെ സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 8 is added to the product of two consecutive even number gives 128. അതായത് അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ 8 കൂട്ടിയപ്പോൾ 128 കിട്ടി. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. ടേക്കിംഗ് ദ ഫസ്റ്റ് നമ്പർ ആസ് x. അപ്പൊ നമ്മൾ കൂടുതൽ സ്റ്റെപ്പ് ഒന്നും ഇല്ല. ആദ്യത്തെ നമ്പർ x ആണെങ്കിൽ റൈറ്റ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ടേംസ് ഓഫ് x. ആദ്യത്തെ സംഖ്യ x ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? ഉദാഹരണം പറയട്ടെ, നോക്ക്. 2 4 6 8. എന്താണ്? 2 ആണെങ്കിൽ അടുത്ത 4, 4 ആണെങ്കിൽ അടുത്തത് 8 ആണോ? എന്താ സംഭവിച്ചേക്കുന്നത്? 2 കൂടിയാണ്. അപ്പോൾ ഞാൻ എടുത്തത് 6 ആണെങ്കിൽ അടുത്ത സംഖ്യ 8 ആണ്. 8 ആണ് എടുത്തെങ്കിൽ അടുത്ത എന്താണ്? 10 ആണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ x ആയിട്ടാണ് എടുത്തെങ്കിൽ രണ്ടാമത്തെ നമ്പർ ഏതായിരിക്കും? x + 2. ഓക്കെ, അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്, x + 2. രണ്ടാമത്തെ സംഖ്യ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? x + 2 ആയിരിക്കും. ഇനി ഈവൻ നമ്പറിന് പകരം ഓഡ് നമ്പർ ആണെങ്കിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ B, റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിംഗ് ദ ഗിവൺ ഡീറ്റെയിൽസ്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഒരു രണ്ടാം ഡിഗ്രി സമവാക്യം എഴുതണം. ഇപ്പൊ രണ്ടിന്റെ ഗുണനഫലമാണ് അല്ലേ? ഇപ്പൊ ഒന്നാമത്തെ പദം x ആണ്, രണ്ടാമത്തത് x + 2 ആണ്. ഇത് രണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടു. ആ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? x × x + 2 എന്നാണ്. ദെൻ അതിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? 8 ഈസ് ആഡഡ്. 8 കൂട്ടാൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ +8 സമം എത്രയാണ്? 128.
ഓക്കെ, നമുക്കൊരു രണ്ടാമത്തെ സമവാക്യത്തിലേക്ക് നമ്മൾ ഇവനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. എന്ത് ചെയ്യും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, ദെൻ പ്ലസിനുള്ളതുകൊണ്ട് പ്ലസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 8 ഈസ് ഈക്വൽ ടു 128. ആക്ച്വലി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടോ, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഇവനെ ഒന്ന് മാറ്റി എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 2x, ഈ പ്ലസ് 8 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 128. 128 പ്ലസ് 8 അവിടെ വന്നുകൊണ്ട് -8 എന്നായി. എക്സ് സ്ക്വയർ പ്ലസ്, അതാ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് ഞാനിവിടെ 28 എഴുതിയിട്ട് 2x ആണ്. 2x എക്സ് സ്ക്വയർ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 120. ഇപ്പം എനിക്ക് ഇവനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, നേരത്തെയും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി 128 നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ എപ്പോഴും ഈ എക്സ് ഇതിന്റെ കൂടെയുള്ള സംഖ്യ ഈവൻ നമ്പറുകൾ, ഇരട്ട സംഖ്യയാണെങ്കിൽ വർഗത്തികവ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ 128 തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. 128 സമത്തിന് ഇപ്പുറം കൊണ്ടുവന്ന് ഈക്വൽ ടു 0 എന്ന് എഴുതിയിട്ട് നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇല്ലേ, -b പ്ലസ് ഓർ മൈനസ്, അത് ഉപയോഗിച്ച് ഇത് ചെയ്യാം. അതിനേക്കാൾ എളുപ്പമാണിത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ നമ്പേഴ്സ്? നമ്മൾ മൂന്നാമത് സബ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതെല്ലാമാണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എന്താ ചെയ്യേണ്ടത്? ആ എക്സിന്റെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ, പകുതിയുടെ വർഗം കൂട്ടണം. എക്സിന്റെ കൂടെയുള്ള സംഖ്യ 2, 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ, ഒരു സ്ക്വയർ ഈക്വൽ ടു 120 പ്ലസ്, ഇവിടെ മാത്രം കൂട്ടിയാൽ പോരെ, അവിടെ എന്ത് ചെയ്യണം? അപ്പുറത്ത് കൂട്ടണം. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പാഷ്വാലിറ്റി കാണിക്കാൻ പാടില്ല. അവിടെയും ഇവിടെയും കൂട്ടിയിരിക്കണം. അപ്പോൾ ആ 1 സ്ക്വയർ നമ്മൾ ഇവിടെയും കൂട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 സ്ക്വയർ 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 121 എന്ന് കിട്ടും. 120 1 സ്ക്വയർ 1, 121 എന്ന് കിട്ടും. ഇനിയത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. നമുക്ക് ഇവനെ കുറച്ചും കൂടി അങ്ങ് ഷോർട്ട് ആക്കാം. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ആണെങ്കിൽ ഇവനെ ഇങ്ങനെ എഴുതാം, എക്സ്. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോക്കിയോ, ഇത് എളുപ്പമാണ്. സ്ക്വയർ ഇല്ലാണ്ട് എഴുതുന്നത്. ആ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ കളഞ്ഞു, പിന്നെ പ്ലസ് ആവുള്ളത് പ്ലസ് ഇട്ടു. ഈ 2ന്റെ പകുതി, 2ന്റെ പകുതിയുടെ വർഗമാണല്ലോ നമ്മൾ കൂട്ടിയത്. അതിന്റെ പകുതി എത്രയാണ്? 1 ആണ് അല്ലേ? 1 ഒന്നും നോക്കണ്ട, ബ്രാക്കറ്റ് ഇട്ടങ്ങ് സ്ക്വയർ ചെയ്തോളാം. ഓക്കെ, തീർച്ചയായിട്ടും അതിന്റെ ഷോർട്ട് ഫോം ആയിരിക്കും അത്, which is equal to 121, 121. ഇനി സ്ക്വയർ കളയാൻ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് എടുക്കാം അല്ലേ? എക്സ് പ്ലസ് 1 is equal to റൂട്ട് ഓഫ് 121, റൂട്ട് 121. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 1 is equal to റൂട്ട് 121 പ്ലസ് ഓർ മൈനസ് 11. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? 11 മാത്രമേ എടുക്കുന്നുള്ളൂ, പ്ലസ് ഓർ മൈനസ് എടുക്കുന്നില്ല. 11. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 11 പ്ലസ് 1 നമുക്ക് ഇനി അപ്പുറത്ത് നമുക്ക് എക്സ് മാത്രം മതി. പ്ലസ് 1 നമുക്ക് തട്ടാം. പ്ലസ് 1 നമ്മൾ അപ്പുറത്തേക്ക് തട്ടി കഴിഞ്ഞാൽ എന്താവും? -1 ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 10. നമ്മുടെ ചോദ്യം ആവുന്നതല്ല, വാട്ട് ആർ ദ നമ്പേഴ്സ് നടത്തുന്നത്. നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ഏതൊക്കെയായിരിക്കും? ഒരു നമ്പർ 10 ആണെങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? എക്സ് പ്ലസ് 2 ആണ് അല്ലേ? അപ്പൊ 10 പ്ലസ് 2 12. കിട്ടിയ ആൻസർ? യെസ് ഗുഡ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ ദ ഫിഗർ ഞാൻ ഇതിനകത്ത് കൺസ്ട്രക്ഷൻ നിർമ്മിതികൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നിർമ്മിതികൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നിർമ്മിതിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻസ് ഞാൻ ഈ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ സംശയമുള്ളവർ ലിഡ്സ് അക്കാദമി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചിലപ്പോൾ നമ്പറുകളൊക്കെ മാറിയിട്ടുണ്ടാകാം എന്നേ ഉള്ളൂ. ദെൻ അത് അതേ പാറ്റേണിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നേരെ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ഈ ചിത്രത്തിൽ O is the center of the circle. O വൃത്തകേന്ദ്രമാണ്. ABC അതിനകത്തുള്ള പോയിന്റ് ആണ്. ABO 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ആംഗിളോട് തന്നിട്ടുണ്ട് അല്ലെ, 20 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ABയും ADയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. എന്താണ്? ABയും ADയും എന്താണ്? ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ആംഗിൾ ADC ഏതാ? ADC, ദിസ് ആംഗിൾ O സെന്റർ ആണല്ലോ. അങ്ങനെയെങ്കിൽ AC എന്ന് പറയുന്നത് എന്താണ്? AC എന്താണ്? ഡയമീറ്റർ ആണ് അല്ലെ? AC കണ്ടില്ലേ? AC കണ്ടില്ലേ?
ദിസ് ഈസ് AC. AC എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ആണ്. AC എന്താണ്? ഡയമീറ്റർ ആണ്. കണ്ടില്ല? AC. AC എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഒരു ആംഗിളാണ് നമ്മുടെ D എന്ന് പറയുന്നത്. ഇത് നമ്മൾ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ADC എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഉണ്ട് ഇവിടെ, 90 ഡിഗ്രി, 90 ഡിഗ്രി. ഇനി അടുത്ത നോക്കാം, ആംഗിൾ AOB. AOB, ദിസ് ആംഗിൾ AOB, ആംഗിൾ AOB എത്രയായിരിക്കും? നോക്കുക, OAയും OBയും ഈക്വൽ ആണ്. കാരണം ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് എന്ന് പറയുന്നതിനുപരി OAയും OBയും എന്താണ്? ആരങ്ങളാണ്. ഓക്കെ, റേഡിയസ് ആണ്, സെൻട്രൽ അല്ലേ. അതുകൊണ്ട് AOB എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന് പ്രത്യേകതയുണ്ട്, രണ്ട് വശങ്ങൾ തുല്യമാണ്, രണ്ട് കോണുകളും ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെ ഈ കണ്ണും കൂട്ടി എഴുതാം. ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. ഇനി നോക്കുക, ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലെ. അതൊരു രണ്ട് കോണുകൾ, ഒരു കോൺ 20, അടുത്ത കോൺ 20 ഡിഗ്രിയാണ്. അപ്പം 20 എത്രയായി? 40 ഡിഗ്രി ആയി. ഇനി അടുത്ത കോൺ എത്രയായിരിക്കണം? മൊത്തം കൂട്ടിയാൽ 180 കിട്ടണം. അപ്പൊ 180 ഈ 40 കുറച്ചാൽ മതി, എത്ര കിട്ടും? 140 ഡിഗ്രി, 140 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ AOB എന്ന് പറയുന്ന ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. 140 ഡിഗ്രി ആയിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ആംഗിളിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ADB. ADB, യെസ്, ADB. നമുക്ക് ഇവൻ ഇത് മാത്രമാണ്, അപ്പുറത്തെ ചെറിയ ഭാഗം ഇല്ല കേട്ടോ. ഇതാ ഇങ്ങനെ കിടക്കുന്ന ഈ ഭാഗം ADB. അപ്പം ADB എത്രയായിരിക്കും? നമ്മൾ പഠിച്ച കാര്യം ഏത് പാഠത്തിൽ? സർക്കിൾസിൽ, വൃത്തങ്ങളിൽ ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണ് കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും. ഒരാർക്ക് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, AB സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ച 140 ഡിഗ്രി എന്ന് പറയുന്നത്. ആണോ? ഈ AB അല്ല, ഈ AB തന്നെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഏത്? ADB എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 140ന്റെ പകുതി എത്രയാണ്? 70. അങ്ങനെയെങ്കിൽ ADB എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും, 70 ഡിഗ്രി ആയിരിക്കും. സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ആണോ? കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും. 140ന്റെ പകുതി എത്രയാ? 70 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. ഞാൻ അടുത്തത് ആംഗിൾ ACD. എവിടെ പോയി? ACD, ദിസ് ആംഗിൾ അല്ലേ, കാണാനില്ല. നമുക്ക് ACD, ദിസ് ആംഗിൾ ACD. ഓക്കെ, ACD എത്രയായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ACD എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതിന് നമുക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് നോക്കിയാൽ. ACD എത്രയായിരിക്കും? പല രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്നാലും നമുക്ക് പഠിച്ച ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. വേറൊരു മഷീനിൽ എഴുതാം. ACD, ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ആർക്ക്, ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്താണ്? ഈക്വൽ ആണ്. ഒരു ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളെല്ലാം എന്താണ്? തുല്യമാണ്. നിങ്ങൾക്കറിയോ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഈ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയാവോ? എത്രയാണ്? ആംഗിൾ ABD എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിനാണ് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഞാൻ യെല്ലോ കളറിൽ ഇവിടെ ആദ്യം തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ABയും ADയും എന്താണ്? ഈക്വൽ ആണ്, രണ്ട് വശങ്ങൾ തുല്യമാണ്. അങ്ങനെയെങ്കിൽ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിളിന്റെ കേസ് പോട്ടെ. ട്രയാങ്കിൾ ABD എന്ന് പറയുന്നത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. രണ്ട് വശങ്ങൾ ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ 70 ഡിഗ്രി എന്ന് കിട്ടിയതുകൊണ്ട് ഈ ആംഗിൾ മുഴുവൻ നമുക്ക് എത്ര ഡിഗ്രിയാന്ന് കിട്ടും? 70 ഡിഗ്രിയാന്ന് കിട്ടും. അപ്പോൾ
ഇത് 70 ഡിഗ്രിയാണ്. സാർ ഇപ്പം ഇത് പറഞ്ഞു വന്ന എന്തിനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ACD അല്ലേ? ACD തന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ACDയിലേക്ക് തന്നെയാണ് പോകുന്നത്. നോക്ക്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ACD തന്നെയാണ്, ACD. പക്ഷെ നോക്ക്, അത് ആരുണ്ടാക്കിയ ആംഗിളാണ്? AD എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കിയ ആംഗിളാണ്. ആണോ? AD തന്നെയാണ് B എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്, C എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആണോ? ഒരാർക്ക് ആൾട്ടർനേറ്റ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ സിയും എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 70 ഡിഗ്രി തന്നെയായിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ 70 ഡിഗ്രി അല്ലേ? ഒരാർക്ക് തന്നെ ഉണ്ടാക്കിയ ആംഗിളാണ് അത് രണ്ടും. അങ്ങനെയെങ്കിൽ അതും എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ചെറിയൊരു കോംപ്ലിക്കേഷൻ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സമാധാനപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നമ്മുടെ കയ്യിലോട്ട് സിമ്പിളായിട്ട് വരും. ഓക്കെ, ദെൻ നമുക്ക് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 13ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ചിത്രത്തില് കോൺ ബി എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്, കോൺ സി 75 ഡിഗ്രിയാണ്, ബി സി 7 സെന്റിമീറ്റർ. ഇതൊക്കെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ, ഈ ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ എത്രയായിരിക്കും? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടി കഴിയുമ്പോൾ എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇവിടെ 40 ഉണ്ട്, 75 ഉണ്ട്. കൂട്ടി നോക്കാം. 40 75 എത്രയാണ്? എത്ര? 40 75 100 7 4 11 115. അങ്ങനെയെങ്കിൽ ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടി കഴിയുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. നോക്കടാ, 40 + 75 കൂട്ടി നോക്ക്, എത്രയാണ്? 115 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ബാലൻസ് ആംഗിൾ എ എത്രയായിരിക്കും? 180 - 115 180 115 കുറച്ചാൽ മതി. എല്ലാ കോണുകളും കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടുക? 180 ഡിഗ്രി അല്ലേ കിട്ടുക? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും 180 ആണ്. അപ്പോൾ 180 115 കുറയ്ക്ക് എത്ര കിട്ടും? 65 ഡിഗ്രി എന്ന് കിട്ടും. എത്രയാണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. ഇതിന് ഓപ്ഷൻ തന്നില്ല അല്ലേ? സാധാരണ ഇപ്പോൾ പ്രാവശ്യം ചോദിച്ചാൽ എല്ലാത്തിനും ഇങ്ങനത്തെ ഓപ്ഷൻ തന്നായിരുന്നു. കഷ്ടമായി, സാരമില്ല. ഓക്കെ, ഓപ്ഷന്റെ ആവശ്യം എന്തിനാണ് അല്ലേ? അതെങ്കിലും കണ്ടുപിടിക്കേണ്ടത്, അതോർത്താണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. ഒരു മാർക്ക് എത്ര സിമ്പിൾ ആയിട്ട് കിട്ടുന്നത് അല്ലേ? ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കംസർക്കിൾ. ഫൈൻഡ് ദ ഡയമീറ്റർ. ഇത് 65 ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ തന്നിട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ്, വ്യാസം അല്ലെങ്കിൽ ആരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോകാം. എന്താ? ബി സി ഇസ് ഈക്വൽ ടു 2r sin a. ബി സിന്റെ നീളം ബി സി ഇസ് ഈക്വൽ ടു 2r. ബി സി ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണ്? എ ആണ് അല്ലെ? 65 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ബി സി എത്രയാണ്? 7 ആണ്. 2r അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡയമീറ്റർ ആണ് അറിയേണ്ടത്. 2r എന്ന് പറഞ്ഞാൽ വ്യാസമാണ്. രണ്ട് റേഡിയസ് ചേരുന്ന എന്താണ്? വ്യാസമാണ്. 2r സൈൻ എ എത്രയാണ്? 65 ഡിഗ്രിയാണ്, 65 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ 7 ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 65ന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സൈൻ 65 എത്രയാണ് തന്നിരിക്കുന്നത്? 0.91 എന്ന് തന്നിട്ടുണ്ട്. 0.91. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2r ആണ്. ഈ 2r ഒഴികെ ബാക്കിയുള്ളവരെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ 2r ഈസ് ഈക്വൽ ടു 0.91 ഇപ്പുറം കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? 7 ഡിവൈഡ് ബൈ 0.91 എന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്ററിൽ പോയിന്റ് ഉള്ള സംഖ്യ ദശാംശം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പോയിന്റ് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ടെന്ന് എണ്ണി നോക്കുക. എത്ര സ്ഥാനങ്ങളുണ്ട്? 9 ഒന്നുണ്ടല്ലോ, 1 2 ഉണ്ട്. 2 ഉണ്ടെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഉണ്ടെങ്കിൽ 1000, 1 ഉണ്ടെങ്കിൽ 10. താഴെ ഗുണിച്ച് കഴിഞ്ഞാൽ മുകളിൽ ഗുണിക്കേണ്ടേ? തീർച്ചയായിട്ടും ഗുണിക്കണം. സോ നമുക്ക് അന്നേരം എന്ത് കിട്ടും? 700 ഡിവൈഡ് ബൈ, താഴെ ഇനി ഗുണിക്കാനൊന്നും നിൽക്കേണ്ട, ആ പോയിന്റ് കളയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് 700 ഡിവൈഡഡ് ബൈ 91 എന്ന് കിട്ടും. ഓക്കെ, ഇതിന്റെ ആൻസർ ഹരിക്കാൻ മാത്രമല്ലേ ഉള്ളൂ. ഹരിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യും കേട്ടോ. ഓക്കെ, മറക്കരുത്. എന്തായാലും എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഇതിന്റെ അടുത്ത ചോദ്യം നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ്
എ ബി ആൻഡ് എ സി. എ ബിയിലെയും എ സിയുടെയും നീളവും നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ എ ബിയുടെ നീളം കണ്ടുപിടിക്കുക? അതിന്റെ ക്ലൂ ഞാൻ തരാം. എ ബി ഈസ് ഈക്വൽ ടു എ ബി ഉണ്ടാക്കിയ ആംഗിൾ സി 2r sin സി. എ ബി ഇസ് ഈക്വൽ ടു 2r എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് എവിടെ കിട്ടിയിട്ടുണ്ടാവും? ദാ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആ വാല്യൂ എന്ത് ചെയ്യണം? നേരെ ഇവിടെ കൊടുത്തേക്ക. ഇൻറ്റു സൈൻ എത്രയാണ്? 75 ഡിഗ്രി. 75 ഡിഗ്രി തന്നിട്ടുണ്ട് ഓൾറെഡി. 0.97. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും, ഹരിക്കാനൊന്നുമില്ല. കുറേ കൂടി എളുപ്പമായിരിക്കും. ഇനി അതേപോലെ തന്നെ എ സി കണ്ടുപിടിക്കാനാണെങ്കിലോ എ സി ഇസ് ഈക്വൽ ടു 2r സൈൻ എ സി ഉണ്ടാക്കിയ ആംഗിൾ ഏതാണ്? ബി. അങ്ങനെയെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു 2r ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇൻറ്റു സൈൻ 40 ഡിഗ്രി. സൈൻ 40 ഡിഗ്രിയുടെ വിലയും അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് രണ്ടെണ്ണവും ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക? അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. നമ്മുടെ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. A -1 2 B 7 2 C 3 5 are the coordinate of the vertices of a triangle. ഇതൊരു ത്രികോണത്തിന്റെ വെർട്ടിസസുകളാണ്, മൂലകളുടെ സൂചക സംഖ്യകളാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഇനി റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന് നല്ലൊരു പേര് കൊടുക്കുക. നല്ലൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡുണ്ടുമോൾ എന്നൊക്കെ ഉള്ള പേരുകളാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ അടക്കുന്നത് നിങ്ങൾ ഇനി അങ്ങനെയൊക്കെ കൊടുത്താലോ എന്ന് പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഓപ്ഷൻ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രയാങ്കിൾ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഈ പേരുകൾ വെറുതെ കൊടുക്കുകയാണ് കേട്ടോ. എ ബി സി ചുമ്മാ ബ്ലൈൻഡ് ആയിട്ട് കൊടുത്തേക്കാണ്. നമുക്കറിയില്ല ഇതിൻ്റെ ഷേപ്പ് ഇത് എങ്ങനെയാണ്, എ എവിടെയാണ് ബി എവിടെയാണെന്ന്. വെറുതെ എഴുതിയേക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. -1 2 ആൻഡ് ബി 7 2 ആൻഡ് സി 3 5. ഇത്ര എഴുതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ വശങ്ങളുടെ നീളം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എ ബിയുടെ നീളം കണ്ടുപിടിക്കാം. എ ബി ഇസ് ഈക്വൽ ടു, എ ബിയുടെ നീളം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി വയ്ക്കാം. -1 2 ആൻഡ് ബിയുടെ കോർഡിനേറ്റ് എന്താണ്? 7 2. ഞാൻ ഇങ്ങനെ എഴുതി വെക്കാൻ വേണ്ടി എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ ഇക്വേഷൻസ് അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ഏതൊക്കെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, എളുപ്പമുള്ളത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇവനെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ -1 2 7 2 എന്ന് എഴുതി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. എന്ത് മനസ്സിലായി? അതിൻ്റെ y കോർഡിനേറ്റ്സുകൾ, y സൂചകങ്ങൾ എന്താണ്? ഈക്വൽ ആണ്. y സൂചകങ്ങൾ ഈക്വൽ ആണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വെരി സിമ്പിൾ. എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് x1 - x2 അല്ലേ? ഇതാണ് x1, ഇതാണ് x2, തമ്മിൽ കുറച്ചാൽ മതി. -1 - 7. നോക്ക്, ഒരേ ചിഹ്നമാണ്, കൂട്ടണം. 1 7 8 -8 ആണ്. ബട്ട് മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ കേവല മൂല്യത്തിന് പുറത്തേക്കാണ് എഴുതുന്നത്. സോ ദ ആൻസർ പോസിറ്റീവ് മാത്രം എഴുതിയാൽ മതി. എത്ര കിട്ടി? 8 യൂണിറ്റ് എന്ന് കിട്ടി. നമുക്ക് എത്ര കിട്ടി? 8 യൂണിറ്റ് എന്ന് കിട്ടി. ഓക്കെ, എ ബി നമുക്ക് 8 യൂണിറ്റ് എന്ന് കിട്ടി. യൂണിറ്റ്സ്. ഇനി അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി സി കണ്ടുപിടിക്കണം. അപ്പോൾ ബി സി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. 7 2 7 2 ആൻഡ് 3 5. എക്സ് കോർഡിനേറ്റ് ഈക്വൽ അല്ല, y കോർഡിനേറ്റ് ഈക്വൽ അല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് പോകാം. ഇക്വേഷൻ പോകുന്ന മുമ്പ് താഴെ നിന്ന് ഇങ്ങനെ എഴുതി വെച്ചേക്കാം. x1 y1 x2 y2 എന്ന് എഴുതിയേക്കാം. വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടവും ഇല്ല. നമുക്ക് തെറ്റാതിരിക്കാൻ ഉപകാരപ്പെടും. ഇനി ഇക്വേഷൻ എഴുതാം. നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ട? ബി സി. ബി സി ഈക്വൽ ടു എന്താ ഇക്വേഷൻ? √x1 - x2 all square plus y1 - y2 the whole square. x1 - x2 all square plus
y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇനി ചുമ്മാ ഇവനെ നോക്കിയോ നമുക്ക് ഇതിലേക്ക് പകർത്തി എഴുതിയാൽ മതി. x1 എത്രയാണ് 7 മൈനസ് x2 എത്രയാണ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 എത്രയാണ് 2 മൈനസ് y2 എത്രയാണ് 5 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 7 മൈനസ് 3 എത്രയാ 4 സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 മൈനസ് 3 സ്ക്വയർ which is equal to 4 സ്ക്വയർ 16 പ്ലസ് 9 സമം റൂട്ട് 25 സമം 5 യൂണിറ്റ്. നമുക്ക് എന്ത് കിട്ടി 5 യൂണിറ്റ് എന്ന് ബി സിയുടെ നീളം കിട്ടി. ബി സിയുടെ നീളം 5 യൂണിറ്റുകൾ. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഇനി നമുക്ക് എ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഞാനിവിടെ എഴുതട്ടെ. എ സി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് എൻ്റെയും സിൻ്റെയും കോർഡിനേറ്റ് ഒന്ന് എഴുതി ശീലിക്കാം. -1 2 ആൻഡ് 3 5 x ഈക്വൽ അല്ല y ഈക്വൽ അല്ല. സോ നമുക്ക് വീണ്ടും ചെയ്യാം, ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. x1 y1 x2 y2 then AC ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. എന്താണ് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. x1 എത്രയാണ് -1 -3 ഹോൾ സ്ക്വയർ പ്ലസ് y1 2 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ which is equal to -1 -3 ഒരേ ചിഹ്നമാണ്, നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. -4 സ്ക്വയർ പ്ലസ് 2 മൈനസ് 5 -3 ഇല്ലേ. 2 5 കുറച്ചാൽ 5 2 കുറച്ചാൽ 3 അപ്പൊ 2 5 കുറച്ചാലോ -3. അങ്ങനെയെങ്കിൽ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടും? -4 സ്ക്വയർ 16 -16 ആണോ? അല്ല, ഒരു സംഖ്യയുടെ സ്ക്വയർ എന്താവുന്നില്ല, മൈനസ് ആകുന്നില്ല. 16 പ്ലസ് 3 സ്ക്വയർ 9 സമം റൂട്ട് 25. വൺസ് അഗെയിൻ നമുക്ക് എന്ത് കിട്ടി? 5 യൂണിറ്റ് എന്ന് കിട്ടി. 5 യൂണിറ്റ് എന്ന് കിട്ടി. യൂണിറ്റ്സ്. ഓക്കെ, കഴിഞ്ഞ് നമുക്ക് അതിന്റെ 3 സൈഡുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ സ്യൂട്ടബിൾ നെയിം. 2 വശങ്ങൾ ഈക്വൽ ആയിട്ട് കാണപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിളാ? 2 വശങ്ങൾ തുല്യമായിട്ട്. നമ്മൾ ഇന്ന് കുറേ പറഞ്ഞതിനെ കുറിച്ച്. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ടിക്ക് ചെയ്യാം. ഓപ്ഷൻ 2 അല്ലെങ്കിൽ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഗുരുജി പ്ലീസ് ലോക്ക് ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കിട്ടിയോ? ശരി, നമുക്ക് ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ദെൻ മറ്റു ചോദ്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടി പോയിട്ട് നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകണ്ട എന്ന് ഓർത്തിട്ടാണ് 2 പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്. 16th ക്വസ്റ്റ്യൻ, 16ാമത്തെ ചോദ്യം. ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 18 centimeters a sector of center angle 140 degree is cut out and made into a cone. അതായത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ അടുത്ത് ഇങ്ങനെയോ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിനെ എന്ത് ചെയ്തു? ആ സർക്കിളിൽ നിന്ന് ഒരു ചെറിയ കോണ്, ഒരു സെക്ടർ, വൃത്താംശം, ഇതിന്റെ റേഡിയസ് 18 സെന്റിമീറ്റർ ആണ്. 140 ഡിഗ്രി കേന്ദ്ര കോണിൽ ഇവനെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. ഇവനെ ചുരുട്ടി നമ്മൾ ഒരു കോൺ ഉണ്ടാക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ആദ്യത്തെ കേസ് പറഞ്ഞിരുന്നത് ഇവിടെ നോക്കുക, അത് തന്നെയാണ് സബ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ കോൺ? ഇങ്ങനത്തെ ചോദ്യങ്ങൾ എപ്പോഴും അത് തന്നെ ചോദിക്കുക. സ്ലാന്റ് ഹൈറ്റ്, ചരിവ് ഉയരം എത്രയാണ്? വൃത്താംശത്തിന്റെ ആരം എത്രയാണോ അതാണ് വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം. സെക്ടറിന്റെ റേഡിയസ് എത്രയാണോ അതാണ് കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. ഇവിടെ എത്രയാണത്? 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ കണ്ണും പൂട്ടി എഴുതാം. L is equal to 18 സെന്റിമീറ്റർ. ഇതായിരിക്കും കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട്, ചരിവ് ഉയരമായിട്ട് വരിക. Then what is the radius of the cone? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് എഴുതി വെക്കേണ്ട ഇക്വേഷൻ ആണ് x/360 is equal to r/l. x/360 is equal to r/l. x എന്ന് പറഞ്ഞാൽ സെന്റർ ആംഗിൾ, കേന്ദ്രകോൺ, സെക്ടറിന്റെ, വൃത്താംശത്തിന്റെ എത്രയാണ്? 140 ഡിഗ്രിയാണ്. 140 ഡിഗ്രി ഡിവൈഡ് ബൈ 360 is equal to r അറിയില്ല, ഡിവൈഡ് ബൈ l നമുക്കറിയാം, ദാറ്റ് ഇസ് 18 സെന്റിമീറ്റർ. ദെൻ നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 0 0 നമുക്ക് വെട്ടിക്കളയാം. 14 36 കൊണ്ട് ഇവനെ ഏത് കൊണ്ട് ഹരിക്കാൻ പറ്റും? 14 36 2 കൊണ്ട് ഹരിച്ചൂടെ? ഹരിക്കാം. 14 2 7 പ്രാവശ്യം പോകും. 36 എത്ര പ്രാവശ്യം?
എത്ര പ്രാവശ്യം? 3ൽ 2 ഒരു പ്രാവശ്യം, 1 ബാക്കി. അവൻ അപ്പുറത്തേക്ക് എന്നാൽ 16, 16ൽ 2 8 പ്രാവശ്യം, 18 എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ. ദെൻ ഇവിടെ നോക്കുക, 2 സ്ഥലത്തും 18ഉം 18ഉം ഉണ്ട് അല്ലേ? ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ വെട്ടിക്കളയാം. അതായത് ഞാൻ ഒന്നും കൂടി ഇവിടെ എഴുതി വെക്കാം. 7/18 = R/18 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി വെട്ടിയാലും വെട്ടിയില്ലെങ്കിലും നോക്ക്, ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് R = 7 സെന്റിമീറ്റർ എന്ന് എഴുതാം. R = 7 സെന്റിമീറ്റർ. ഇനി നിങ്ങൾ നേരത്തെ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ആൻസർ എന്ത് തന്നെ കിട്ടും? നിങ്ങൾക്ക് 7 × 18 = R × 80 എന്ന് കിട്ടും. എന്നിട്ട് 18 എന്ത് ചെയ്യും? വെട്ടിക്കളയും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? R × 7 എന്ന് കിട്ടും. ഇതെല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ. നമുക്ക് ഇങ്ങനെ മൂക്കെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യണ്ട? മൂക്കെ പിടിക്കണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിടിക്കല് അല്ലേ? ഓക്കെ. നമുക്ക് ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ കോൺ? റേഡിയസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ദെൻ അടുത്തത് ഫൈൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. ഇതിന്റെ വക്രതല പരപ്പളവ് എത്രയാണ്? കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് CS എന്നൊന്നും എഴുതി വെക്കണ്ട. വക്രതല പരപ്പളവ്, വക്രതല പരപ്പളവ്. ഏതാ വക്രതല പരപ്പളവിന്റെ ഇക്വേഷൻ? കർവ്ഡ് സർഫസ് ഏരിയ πRL. എത്രയാ? ഏതാണ് ഇക്വേഷൻ? πRL which is equal to π into റേഡിയസ് എത്രയാന്ന് കിട്ടി? 7 into L എത്രയാണ്? 18. π into 7 into 18. ആൻസർ കിട്ടും. ഒന്ന് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. സാറ് പറ്റിച്ചല്ലോ എന്ന് വിചാരിക്കേണ്ട. പറ്റിച്ചൊന്നുമല്ല. 7 × 18 എന്ത് ചെയ്യാം? സുഖമായിട്ട് നിങ്ങൾക്ക് ഗുണിക്കാവുന്ന ഒരു കുഞ്ഞു സംഖ്യയാണ്. ഇല്ലേ? ഗുണിക്കില്ല. ഓക്കെ, തീർച്ചയായും. ഓക്കെ, ഗുണിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്ക്. ഓക്കെ, കണ്ടുപിടിച്ച് വെച്ചാൽ പോരാ, എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. അപ്പം ഏകദേശം നമ്മൾ 16ഓളം ചോദ്യങ്ങളാണ്. 16ാമത്തെ ചോദ്യം വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇച്ചിരിയും കൂടി മാർക്കുകൾ വരുന്ന ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. നന്നായി പഠിക്കുക. ബൈ.